10-20 കൊല്ലം നരേന്ദ്രമോദി ചുരിദാറിട്ട് ഭരിച്ച ഗുജറാത്തിനകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മലം ചുമക്കുന്ന തോട്ടിപ്പണിയെടുക്കുന്നത്. താഴ്ന്ന ജാതിക്കാരൻ ആകെ കൊടുക്കുന്ന ജോലി എന്ന് പറയുന്നത് മൃതദേഹങ്ങൾ ചുമക്കാനും ചത്ത പശുവിനെ കുഴിച്ചിടാനുമാണ്. പക്ഷെ അവരെപ്പോഴും സന്തോഷവാന്മാരാണ്. നമ്മളെ നാട്ടില് ഈ അങ്ങാടിയിലേക്ക്, ഈ ടൗണിലേക്ക് രണ്ടാളെ നമ്മൾ പണിക്ക് വിളിച്ചാൽ കേരളം ജാതി നോക്കിയല്ല കൂലി കൊടുക്കാറുള്ളത്. രണ്ടാളും ഒരേ ജോലിയാണ് ചെയ്തതെങ്കിൽ വൈകുന്നേരം തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ ഒരേ കൂലിയാണ് നമ്മൾ അവർക്ക് എണ്ണിക്കൊടുക്കുക. പക്ഷെ നരേന്ദ്രമോദി ഭരിച്ച ഗുജറാത്തിനകത്ത് ഉയർന്ന നിലയിൽ നിൽക്കുന്ന ജാതിയിലെ ചെറുപ്പക്കാരന് 500 രൂപ കൂലി കൊടുക്കുമ്പോ താഴ്ന്ന ജാതിക്കാരൻ അതിൽ നിന്നും ഒരു 0 വെട്ടി 50 രൂപയാണ് കൂലി കൊടുക്കുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും ഒരു പശുവിനെ കിട്ടുമ്പോ അവർ സന്തോഷഭരിതരാണ്. കാരണം ആ പശുവിന്റെ തോലൊരിച്ച് വല്ല തുകൽ കമ്പനിക്കോ ബാഗ് കമ്പനിക്കോ കൊടുത്ത ആ സാധുക്കൾക്ക് ഒരു 2000 രൂപയെങ്കിലും അധികം കിട്ടും. അന്നാണ് അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്. ഫാസിസത്തെ പ്രതിരോധിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ വേണം. അതുകൊണ്ടല്ലേ കേരളത്തിലെ 3,60,00,000 ജനത നെഞ്ചേറ്റ് വാങ്ങിയ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് ഈ മംഗലാപുരത്തിന്റെ മണ്ണിലേക്ക് അങ്ങ് കടന്നു വന്നാൽ അങ്ങയുടെ കാല് ഞങ്ങൾ വെട്ടുമെന്ന് പറഞ്ഞപ്പോ പോകണ്ട എന്നല്ല കമ്മ്യൂണിസ്റ്റുകാര് പറഞ്ഞത്, പോകണം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ആഗ്രഹം പോലെ മംഗലാപുരത്തിന്റെ മണ്ണിലേക്ക് കടന്നു ചെന്ന 10,000-കണക്കിന് വരുന്ന മനുഷ്യരെ സാക്ഷി നിർത്തി മതസൗഹാർദ്ദ റാലി ഉദ്ഘാടനം ചെയ്തു പോന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ലീഗ്, അതാണ് RSSനെതിരെയുള്ള പ്രതിരോധം. അതേ സഖാവിനോടാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് കടന്നു വന്നാൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ ചന്ദ്രാവത് കുന്തം അല്ലേ അയാളെ പേര്, ആ കുന്തമാണ് പറഞ്ഞത്, ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് പിണറായി പ്രസംഗിക്കാൻ വന്നാൽ ആരെങ്കിലും തല കൊയ്ത് വന്നാൽ എന്റെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും 1 കോടി രൂപ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞപ്പോ പോകാതിരുന്നിട്ടില്ല മിസ്റ്റർ പിണറായി. കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവനാണ്. പോയി ആ പരിപാടിക്കകത്ത് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോന്നില്ലേ. അതാണ് ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധം. നിങ്ങളുടെ കാസർഗോഡ് തന്നെയല്ലേ തെയ്യം കാണാമെന്ന ഒരു ചെറുപ്പക്കാരനെ ചുവപ്പ് മുണ്ടെടുത്തതിന്റെ പേരിൽ അടിക്കുക. ആ കുട്ടി ഒരു സിനിമാ സംവിധായകനാണ്, കമ്മ്യൂണിസ്റ്റുകാരനൊന്നും വലിയ കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല. പക്ഷെ അടി കിട്ടിയപ്പോ എന്താ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സ്വരാജ് പറഞ്ഞത്, നിങ്ങൾ ആരും ചുവപ്പ് മുണ്ടെടുക്കണ്ട, എല്ലാരും വാങ്ങിയ മുണ്ടൊക്കെ അടുപ്പിലിട്ട് കത്തിക്കണം എന്നാ പറഞ്ഞത്. അതല്ല പറഞ്ഞത്, കേരളത്തിന്റെ പ്രധാനപ്പെട്ട ടൗണുകളില് ചുവപ്പ് മുണ്ടുകൾ പുതിയത് വാങ്ങി 10,000-കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ അധ്വാനിച്ച പണം കൊണ്ട് ഞങ്ങൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ RSS അവരെ സൃഷ്ടിച്ചവർ വന്നാലും അതനുസരിക്കാൻ കേരളത്തിന്റെ യുവജനത തയ്യാറല്ല എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ചുവപ്പ് മുണ്ടിന്റെ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ കേരളത്തിന്റെ മണ്ണിലല്ലേ. ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് RSSകാരൻ പ്രഖ്യാപിച്ചപ്പോ ഇവിടെ തീരുമാനമെടുത്തത് കഴിഞ്ഞ UDFന്റെ മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ആരെ RSSകാരനാ. തുണി അയച്ച ഉള്ളിൽ കാവിന്റെ ട്രൗസറാ, തലയിലൊരു കൂർത്ത കൊപ്പിയും കയ്യിലൊരു കുറുപടിയും കൊടുത്ത ഉഷാറായി. ആ മനുഷ്യന് എന്താ ചെയ്തത്, ആഭ്യന്തര വകുപ്പ് ചുമതലയാണെന്ന് തൃശൂർ പോലീസ് അക്കാദമിക്കകത്ത് ബീഫ് നിരോധിച്ചുകൊണ്ട് അങ്ങോട്ട് വിളിച്ചു മോഹൻ ഭഗവതിനെ റെഡിയട്ടെ. ഞങ്ങൾ എന്താ ചെയ്തത്, ആ RSSകാരൻ കേരളത്തിന്റെ പവിത്രമായ നിയമനിർമ്മാണ സഭക്കകത്തൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദറിന് എന്ത് കാര്യം, ആ കാര്യം ഹരിപ്പാടുള്ള രമേശ് ചെന്നിത്തല മുണ്ടരുത് എന്ന് ഗുരുവായൂർ അമ്പലത്തിന്റെ അധികൃതർ മറുപടി കൊടുത്തിട്ട് അബ്ദുൽ ഖാദറിനെ കൂട്ടിക്കൊണ്ടുപോയി അമ്പലത്തിന്റെ മുറ്റത്ത് ഒരുമിച്ചിരുത്ത് ഭക്ഷണം കഴിച്ചിട്ട് പത്രക്കാരോട് പറഞ്ഞത്, ഈ അബ്ദുൽ ഖാദറിനെ ഗുരുവായൂർ മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനത തെരഞ്ഞെടുത്തതാണ്. അദ്ദേഹം ഇവിടെ MLA ആയ കാലം മുതൽ ഈ നിമിഷം വരെ അമ്പലത്തിന്റെ ചുറ്റുപാടുമുള്ള റോഡിന്റെ മറ്റാവശ്യങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും MLA ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ അമ്പലത്തിനു വേണ്ടി തരുന്ന അബ്ദുൽ ഖാദറിന് തന്നെയാണ് മിസ്റ്റർ രമേശ് ചെന്നിത്തല ഈ അമ്പലത്തിൽ കാര്യമെന്ന് അവര് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ RSSകാരനെ പ്രേമിക്കാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഞങ്ങൾ എന്താ ചെയ്തത്, ഇന്ത്യയാകെ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. അപ്പോഴാണ്
4-ാമത്തെ ദിവസം ടി മുഹമ്മദ് ബഷീർ സാഹിബ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞു, എന്ത് ബീഫ് ഫെസ്റ്റിവൽ ഹറാമാണ്, അതവിടെ വരവ് വെക്കും. എന്നിട്ട് അടുത്ത പരിപാടി ഞാൻ പറയാം. എന്റെ നാട്ടിൽ ബീഫ് ഫെസ്റ്റിവൽ കോട്ടക്കൽ അന്ന് ഉദ്ഘാടനം ഞാൻ അവിടെ ചെന്നപ്പോ വലിയ ചെമ്പില് ബീഫ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല മണ. ആ മണം ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഞാൻ ബ്ലോക്ക് സെക്രട്ടറിയോട് ചോദിച്ചു, തിന്നിട്ട് ഉദ്ഘാടനം ചെയ്താൽ പോരെ? എന്നോട് പറഞ്ഞു, പറ്റൂലട്ട സൂഫിയ സഖാവേ, 15 മിനിറ്റ് രാഷ്ട്രീയം പറഞ്ഞാൽ മതി, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാം. 15 ഞാൻ എടുത്തില്ല, 13 മിനിറ്റ് കൊണ്ട് ആ മണം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ 13 മിനിറ്റ് കൊണ്ട് അത് അവസാനിപ്പിച്ച് ചെല്ലുമ്പോ ചെമ്പ് മൂടിയിട്ട് ആ മൂടിന്റെ മേലെ എന്റെ ബ്ലോക്ക് സെക്രട്ടറി താടിക്ക് കൈ കൊടുത്തിട്ടിരിക്കുക. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിമിനെ വിളമ്പ്. അപ്പൊ എന്നോട് പറഞ്ഞു, സാധനം കഴിഞ്ഞിട്ടാ, നിങ്ങൾ വരി, നമുക്ക് KR ബേക്കറിന് ലൈമും പപ്സും കുടിക്കാൻ. ഹാർട്ട് അറ്റാക്ക് വന്നില്ലാന്നുള്ളൂ. ഞാൻ ചോദിച്ചു, അല്ല ആരാത് തിന്നത്? വരി കാണിച്ചില്ല. കോട്ടക്ക സ്റ്റാൻഡിൽ നിരന്നിങ്ങനെ നിൽക്കുമ്പോ 70% ലീഗിന്റെ കുട്ടികളാ. കാക്ക രാവിലെ പറഞ്ഞത് ഹറാമാണെന്ന്. എവിടെ ബീഫ് കണ്ട ഹലാലാണെന്ന് കുട്ടികൾക്കറിയാലോ, കുട്ടികളത് തിന്നുക. അപ്പോ നമുക്ക്